പഴംപൊരി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പലഹാരമായിരിക്കും. ഒട്ടുമിക്ക വീടുകളിലും ട്രൈ ചെയ്യുന്നൊരു പലഹാരം തന്നെയായിരിക്കും പഴംപൊരി. പക്ഷെ നമ്മൾ കടയിലെ പോലെ തന്നെ അതേപോലെ ആ ഒരു ക്രിസ്മസും നല്ലോണം പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ടാവും അധികം ഉണ്ടാക്കാറ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പഴംപൊരി വീട്ടിലുണ്ടാക്കാം. ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചത് ബേക്കിംഗ് സോഡ ഒക്കെ കുറച്ചിട്ട് ആ ഒരു ലെവലിൽ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ നമുക്ക് മൈദയാണ് ആവശ്യമുള്ളത്. അറിയാലോ, മൈദ മാത്രമേ നമുക്കിതിൽ ഫ്ലോറായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. അപ്പം മൈദയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കളറിന് ആവശ്യത്തിന് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. വെച്ചിട്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ വെള്ളം ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുറച്ച് ഇങ്ങനെ വെള്ളം ചേർത്ത് കുഴക്കണം. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളത്തിന്റെ അളവ് കൂടുതലായി പോകാൻ വഴിയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒഴിക്കുക. പിന്നെ ഒരു തിക്ക് ബാറ്റർ ആയ പിന്നെ നമ്മളൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒരുപാട് നേരം ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നന്നോണം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇത്തിരി വെള്ളം അധികമായി തന്നെ നമുക്ക് ആ ഒരു കോട്ടിങ്ങിലൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. കോട്ടിംഗ് ഒന്നും ശരിക്കും പഴത്തിലൊന്നും കോട്ട് ചെയ്യാത്ത പോലെ ആവും കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഈ മിക്സ് എന്നുള്ളത്. അപ്പോഴേക്കും നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാം കേട്ടോ. പഴംപൊരിക്ക് നല്ല കട്ടനാണ് താല്പര്യം എങ്കിലും നമ്മളൊന്ന് പാലുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ഇലക്കൊക്കെ ഇട്ടിട്ട് പാൽ ചായ ഉണ്ടാക്കി കേട്ടോ. പിന്നെ നമ്മളൊരു 4 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചെറിയ പാത്രത്തിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ വലുതാക്കിയിട്ട് തന്നെ പൊരിക്കാൻ വേണ്ടി ഒരുപാട് എണ്ണ വേണ്ടി വരുള്ളൂ. പിന്നെ അതിങ്ങനെ റീയൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ചെറുതാക്കിയാൽ ഒന്നും കൂടി ഒരു ക്രിസ്പൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഴഞ്ഞു പോകാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെന്താ, അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ കൂടിയിട്ട് പൊരിച്ചെടുക്കാം അല്ലേ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പഴം നമ്മുടെ ബാറ്ററിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് തിക്ക് ബാറ്റർ ആണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ. എങ്കിലും നമുക്ക് ഈ ഒരു പഴമൊക്കെ ഇതിലിങ്ങനെ കോട്ടായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായി ചൂടായിരിക്കണേ. നമ്മൾ ഈ പഴം ഇട്ട് തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പഴം കറുത്തു പോകും കേട്ടോ. അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞു വന്നെന്ന് തോന്നിയാൽ നമുക്കിത് എന്താ പറയുക മറിച്ചിടാം. ഇപ്പോൾ തന്നെ കണ്ടോ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും എന്തുണ്ട് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കുഴഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പം ഇത് ഈ ഒരു ബാറ്ററിൻ്റെ ആ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വിസ്ക് വെച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഒരു 5 മിനിറ്റോളം നമ്മൾ ആ ഒരു ഇളക്കൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴക്കണം. അതിനുശേഷം നമ്മളൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു പുളിപ്പൊക്കെ ചേരുമ്പം എന്താണ് ഒന്നുകൂടെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നോളൂ കേട്ടോ. നല്ല പൊന്തി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ളതാണ്ട് എടുക്കുക. നല്ല പഴുക്കാത്തതെടുത്താലും ഒരു ചവറുപ്പൊക്കെ ഉണ്ടാവില്ലേ. നല്ലോണം പഴുത്തതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ പിന്നെ പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. സോ നമ്മൾ വീണ്ടും എല്ലാം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പഴംപൊരി കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാറ്റർ തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാട്ടോ കമൻറ്റ് ബോക്സിലൂടെ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കൂടി പറയാം.
പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഒരുപാട് എണ്ണ ഒടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ നമ്മുടെ ഈ കോരി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒഴിച്ച ആ ഒരു എണ്ണയുടെ അതേ ലെവലാണ് ഞാൻ ഇതിലേക്ക് അധികം പിന്നീട് എണ്ണ ഒഴിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു ലെവൽ തന്നെയാണ്. അപ്പോൾ അധികം നമ്മുടെ എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും മറ്റൊരു കിട്ടിൽ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.